ഹലോ, അപ്പോൾ ഇന്നൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ കേട്ടോ. ഫിഷ് ബിരിയാണിയിലേക്ക് എത്താൻ കാരണം രാവിലെ ഞാൻ മീൻ വെള്ളത്തിലിട്ടായിരുന്നു. സാധാ മീൻ കറിയും ചോറും ഒക്കെ വെക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ എന്തായാലും നെമ്മീനല്ലേ. അപ്പോൾ പെട്ടെന്നൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് രാവിലെ തന്നെ തക്കാളി സവോളയൊക്കെ എടുത്ത് അരിഞ്ഞ് അരിയൊക്കെ എടുത്ത് അളന്ന് ഞാൻ പാത്രത്തിൽ വെച്ചു. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഗൈസ് എണ്ണയില്ല. അങ്ങനെ ഞാൻ പെട്ടെന്ന് നെയ്യിൽ തന്നെ മീൻ വറുത്തെടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ നെയ്യിൽ തന്നെ മീൻ വറുത്തെടുക്കാൻ വേണ്ടി ഇട്ടപ്പോഴത്തേക്ക് ഇക്ക വിളിച്ചു, ഞാൻ എണ്ണ വാങ്ങിച്ചുകൊണ്ട് താഴെ വന്നിട്ടുണ്ട്, നിങ്ങൾ താഴേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എണ്ണയൊക്കെ വാങ്ങിച്ച് തിരിച്ച് റൂമിലേക്ക് പോവാട്ടോ. നമ്മൾ സെക്കൻഡ് ഫ്ലോറിലാണ് താമസിക്കുന്നത്. ഇവിടെ നിന്ന് ഒരാൾ കോപ്രായമൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ നിന്നൊക്കെ ഇറങ്ങി. ഇതാട്ടോ നമ്മുടെ റൂം. നമുക്ക് 2 ഡോറാണ് ഉള്ളത്. ഇപ്പുറത്തെ ഡോറൊക്കെ രാവിലെ പൂട്ടിക്കൊണ്ട് പോകുന്നതുകൊണ്ട് നമ്മൾ ഇപ്പുറത്തെ ഡോറിൽ കൂടെ കേട്ടോ ഇറങ്ങുകയും കയറുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ മീനൊക്കെ വറുത്തെടുത്തു. അങ്ങനെ ക്യാരറ്റ് കുക്കുംബറൊക്കെ എടുത്ത് നമ്മൾ സലാഡിന് വേണ്ടിയിട്ട് ഞാൻ അതും കൂടെ അതിൻ്റെ സൈഡിൽ കൂടെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് വാട്ടി മസാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഫിഷൊക്കെ ഓരോന്ന് പറക്കിയതിനകത്തേക്ക് വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ റൈസൊന്നും ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല. നമ്മുടെ ഷോർട്ട് വീഡിയോയിലെല്ലാം കൂടെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞാൻ റൈസൊക്കെ റെഡിയാക്കി റൈസും മസാലയൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത്. നമുക്ക് അത്യാവശ്യം വലിയൊരു കിച്ചണാണ് കേട്ടോ. സാധാരണ ഇവിടെ ഭയങ്കര ചെറിയ കിച്ചണാണ് കിട്ടാറുള്ളത്. നമ്മുടെ അത്യാവശ്യം സ്ഥലമൊക്കെ ഉള്ള എല്ലാം സെറ്റാക്കി വെക്കാൻ പറ്റിയൊരു കിച്ചണാണ്. അങ്ങനെ ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചതിനേക്കായി കൊള്ളായിരുന്നു കേട്ടോ. അങ്ങനെ അത്യാവശ്യം കുറച്ച് കാഷ്യൂവും കിസ്മിസും ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് ഫിഷ് നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഫിഷ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒരു പീസ് മീൻ നമ്മൾ മസാല കൂട്ടുന്ന സമയത്ത് ഇട്ടിട്ട് നല്ല രീതിയിൽ വേവിച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന മീൻ ഞാൻ അതിലേക്ക് ഇടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ സെർവ് ചെയ്യാണ്. എൻ്റെ ട്രൈപ്പോഡൊക്കെ ഒടിഞ്ഞു പോയി ഗൈസ്. അതുകൊണ്ട് ഞാനിപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്ന ആ സാധനത്തിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ ബിരിയാണിയൊക്കെ സെർവ് ചെയ്യാണ് കേട്ടോ. കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട്, അടിപൊളി ടേസ്റ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. കേട്ടോ, ആദ്യം നമുക്കൊരു കുഞ്ഞ് പീസ് എടുക്കാം. എന്നിട്ട് കുറച്ച് സാലഡ്, പപ്പടം, അച്ചാറ് ഒക്കെ കൂട്ടിയിട്ട് നമുക്ക് കഴിച്ചു നോക്കാം. പപ്പടോ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.